ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. ഈ ഒരു ചോദ്യത്തിലൂടെ പോകാത്ത ആളുകൾ വളരെ കുറവാണ്. എന്താണത്? ഇത്രയൊക്കെ പഠിച്ചിട്ടും ജോലിയൊന്നും ആയില്ലേ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോഴോ അവരൊക്കെ എപ്പോഴും ചോദിക്കുന്നതായിരിക്കും, ഇത്രയൊക്കെ പഠിച്ചിട്ടും ജോലിയൊന്നും ആയില്ലേ അല്ലേ? അത് ചിലപ്പോൾ നമ്മളെക്കൊണ്ട് നമുക്ക് ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കണ്ടേ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? ഇനിയും ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ, അതോ നിങ്ങൾക്ക് പഠിച്ച് ഒരു ജോലി നേടണോ? നമ്മളുടെ ലൈഫ് സയൻസ് പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ ഒരു നമുക്ക് പറയാം പ്രോബബിലിറ്റി വളരെ കുറവാണ് വരുന്നത്. നമ്മുടെ കേരള PSC ആണ് വിളിക്കുന്നത് അല്ലേ, അത്യാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ മൈക്രോബയോളജി പഠിച്ച സ്റ്റുഡൻസിന് ഇപ്പോൾ ഉള്ളത് അല്ലേ, നിലവിലുള്ളത് നമ്മുടെ JSO 2024 വിളിച്ചതാണ്. 2024 നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മുടെ JSOയുടെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോബയോളജി പഠിച്ചവർക്ക് ഈ വർഷം വന്നേക്കുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് ആയുർവേദം. വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ളത് 2 ഓപ്പർച്യൂണിറ്റിയാണ് മൈക്രോബയോളജി പഠിച്ച സ്റ്റുഡൻസിന്. ഒന്ന് നമ്മുടെ JSO, 2 ആയുർവേദ റിസർച്ച് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അറിഞ്ഞിട്ടില്ലെങ്കിൽ വെബ്സൈറ്റ് നോക്കുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക കേട്ടോ. PSCയുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ PSC എപ്പോഴും മൈക്രോബയോളജി എന്ന് പറയുന്നത് അറിയാം, ഇടയ്ക്കിടയ്ക്ക് മൈക്രോബയോളജിയുടെ വർഷത്തിലൊരിക്കലെങ്കിലും വെച്ച് നിങ്ങൾക്ക് വരുന്നുണ്ട് ഓരോരോ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ബയോകെമിസ്ട്രിക്കാരെ നോക്കുകയാണെങ്കിൽ ബയോകെമിസ്ട്രിക്കാർക്ക് മൈക്രോബയോളജിക്കാരേക്കാളും അവസരം കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വരുന്നത് എപ്പോഴും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ബയോകെമിസ്ട്രിക്കാർക്ക് വരുന്നത്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ബയോകെമിസ്ട്രിയും JSOവും ഇത് രണ്ടുമാണ് ബയോകെമിസ്ട്രി പഠിച്ചവർക്ക് വന്നേക്കുന്നത്. MSc ബയോകെമിസ്ട്രി. ഓക്കെ, ഈ വർഷം ബയോകെമിസ്ട്രിക്കാർക്ക് ഒന്നുമേ വിളിച്ചിട്ടില്ല. ഓക്കെ, ഇനി വിളിക്കുമോയെന്നും അറിയില്ല നമുക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. ഓക്കെ, നന്നായി പഠിക്കുക, കഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു പൊസിഷനിലേക്ക് എത്തുള്ളൂ അല്ലേ? നമ്മളല്ലാതെ ചുമ്മാ കറക്കെ കുത്തി ആൻസർ എഴുതിയൊന്നും നമുക്കൊന്നും അങ്ങനെയൊന്നും ആർക്കും ഒന്നും ജോലി കിട്ടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നേടി നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഈ ചാൻസ് കളയരുത്, നന്നായിട്ട് പഠിക്കുക. ഇനി MLT പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരുന്നതാണ് അല്ലേ? എപ്പോഴും നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, അങ്ങനെ ഒരു ലാബ് ലെവൽ അല്ലേ, ചിലപ്പോൾ VHSC പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, DMLT പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള എക്സാമിനേഷൻ എപ്പോഴും PSCയുടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ലാബിൽ ഒതുങ്ങേണ്ട ജോലി അല്ലേ, ലബോറട്ടറി ടെക്നീഷ്യൻ അത് വരുന്നുണ്ട്. പക്ഷേ ഓഫീസർ ലെവലിലുള്ള ജോബ് MLT പഠിച്ചവർക്ക് ഫസ്റ്റ് ടൈമാണ് PSC വിളിച്ചേക്കുന്നത്. നേരത്തെ ഒരു 2012 പണ്ടത്തെ വന്നിരുന്നത്. അതും ഈ MSc ക്വാളിഫിക്കേഷൻ അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ നിങ്ങൾക്ക് ലാബിൽ തന്നെ ഒതുങ്ങിപ്പോകാതെ കുറച്ചും കൂടി കുറച്ചും കൂടി ഹൈ വാല്യൂ ഉള്ള ഒരു ജോബാണ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് MLT പഠിച്ച സ്റ്റുഡൻസിനും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള ഇഷ്ടംപോലെ സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ ബോട്ടണി പഠിച്ച സ്റ്റുഡൻസ് ആവട്ടെ, സുവോളജി പഠിച്ച സ്റ്റുഡൻസ് ആവട്ടെ, ബയോടെക്നോളജി പഠിച്ച സ്റ്റുഡൻസ് ആവട്ടെ, പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ ലൈഫ് സയൻസിൽ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് അല്ലേ? ഇപ്പോൾ മോളിക്കുലർ ബയോളജി, അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ്, അങ്ങനെ ബയോഫിസിക്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും അവസരങ്ങൾ PSCയിൽ കുറവാണ്, ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലേ? വല്ലപ്പോഴും വരുന്ന ഏതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വരുന്നത്. MSc ലെവൽ എക്സാമിനേഷൻ ഒന്നും തന്നെ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇപ്പോൾ MSc ബയോടെക്നോളജി പഠിച്ചവർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ സുവോളജി ബോട്ടണി പഠിച്ചവർക്ക് റീസെൻ്റായിട്ട് SO ബയോളജി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, MLT പഠിച്ചവർക്ക് ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടി നമുക്ക് എന്ത് പറയാം, അവസരം കിട്ടുന്നുണ്ടെന്ന് പറയാം. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ വർഷം MSc ലെവൽ എക്സാമിനേഷൻ വേറെ ഉണ്ടാവുകയോ അങ്ങനെയൊന്നുമില്ല. കിട്ടിയ ഒരു ചാൻസാണ്, നിങ്ങളത് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക. നമുക്ക് JSOയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് MLT പഠിക്കണം അല്ലേ, ബയോകെമിസ്ട്രി പഠിക്കണം, മൈക്രോബയോളജി പഠിക്കണം, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കണം, പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നന്നായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 70-75 ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്ക് കിട്ടിയാൽ തന്നെ എന്താ നമുക്ക് ടോപ്പ് ചിലപ്പോൾ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നമുക്ക് 100 മാർക്ക് നമുക്കൊരു എക്സാമിനേഷന് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ഒരു 70-75 ആ ഒരു റേഞ്ചിലെങ്കിലും എത്താനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ സൈപ്രോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ് ടു എക്സാമിനേഷൻ. നമുക്ക് PSC കലണ്ടർ അനുസരിച്ച് എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് അതായത് 2025 അവസാനം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത് ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. മിക്കവാറും നമുക്ക് നവംബറോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസംബറോ ഒക്കെ ആയിരിക്കും എക്സാമിനേഷൻ അല്ലേ. ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും നവംബർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരു 6 അല്ലെങ്കിൽ 7 മാസം കൂടി ഉണ്ട് എക്സാമിനേഷന് പഠിക്കാനായിട്ട്. നമുക്കൊരു 5 മാസം കൊണ്ട് തന്നെ മൊത്തം ക്ലാസ് പഠിച്ച് തീർക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 5 മാസം കൊണ്ട് തന്നെ ക്ലാസ് പഠിച്ച് തീർന്നിട്ട് ബാക്കിയുള്ള ടൈം നമുക്ക് കംപ്ലീറ്റ് റിവിഷൻ ആൻഡ് റീകോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, ടെസ്റ്റ് സീരീസ് മാക്സിമം ചെയ്യാനുള്ളതും അല്ലേ, നമുക്ക് പിന്നീട് ഇഷ്ടംപോലെ നമ്മൾ റിവൈസും റിവിഷനും ടെസ്റ്റ് സീരീസ് മാക്സിമം പ്രാക്ടീസൊക്കെ ചെയ്ത് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈപ്രോ അപ് ടു എക്സാമിനേഷൻ, JSO എക്സാമിനേഷൻ എന്നാണോ അന്ന് വരെയുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൈപ്രോ JSO കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900045 അല്ലെങ്കിൽ 9048900024 കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഒരു പോയിൻ്റ് പോലും മിസ്സാകാതെ നമുക്ക് ഫുൾ പഠിക്കാം. ഓക്കെ, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് നിങ്ങളുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ടെസ്റ്റ് സീരീസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് JSOയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് എങ്ങനെയാണ് മോഡൽ എക്സാമിനേഷൻ എന്നുള്ളത് കേട്ടോ, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം ഒരു പ്രശ്നമാണ്, ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാക്സിമം എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ സൈപ്രോയുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ക്ലാസ്സസ് ആണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ടെസ്റ്റ് സീരീസ് അന്ന് തന്നെ നമ്മൾ ചെയ്തു പോകാം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ്, ഇതിങ്ങനെയായിരുന്നോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാം. MSc ലെവൽ എക്സാമിനേഷനാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ PSC ഇപ്പോൾ റീസെൻ്റായിട്ട് എല്ലാ എക്സാമിനേഷനും നല്ല കട്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്ക എക്സാമിനേഷനും. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള MSc ലെവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ PSC വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ലെവൽ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ളൊരു അവസരം ഇനി നമുക്ക് ഈ വർഷം ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് കളയരുത്. അപ്ലൈ ചെയ്തിട്ടുള്ളവർ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ JSO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. സൈപ്രോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 9048900045 കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്.